വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് സീറ്റ് തർക്കത്തിന് ഇന്നും അന്തിമ തീരുമാനമാകില്ല. തർക്ക സീറ്റുകളിൽ ഗ്രൂപ്പുകൾക്ക് പാനൽ അവതരിപ്പിക്കാൻ ധാരണ. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ്. സന്തോഷ് പറയും. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇതുവരെ പകുതി സീറ്റുകളിൽ പോലും ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ പേര് എന്ന ലക്ഷ്യം എന്തായാലും സ്ക്രീനിംഗ് കമ്മിറ്റി ഉപേക്ഷിച്ചിട്ടുണ്ട്. പകരം 82 മണ്ഡലങ്ങളിലും 3-ൽ കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തി കഴിയുന്നതും അതിൽ സിറ്റിംഗ് MLA-മാരുടെ മണ്ഡലങ്ങൾ ഒഴിവാക്കുക. ബാക്കി മണ്ഡലങ്ങളിലെങ്കിലും 3-ൽ കൂടുതൽ പേരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാനൽ തയ്യാറാക്കി. ആ പാനൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അധ്യക്ഷതയിലുള്ള തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി യോഗം ആരംഭിച്ചു. പക്ഷെ 1 മണിയായിട്ട് പോലും ഇതുവരെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ അഭിപ്രായ ഐക്യം നേതാക്കൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ VM സുധീറിനെതിരെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൈകോർത്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്, എതിർത്തുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. VM സുധീറിനാകട്ടെ കെ ബാബു, അടൂർ പ്രകാശ്, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരെ മത്സരിക്കുന്നതിനെ ശക്തമായി ഈ യോഗത്തിൽ എതിർക്കുന്നുമുണ്ട്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ CPI എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടവർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന നിബന്ധനയിൽ ആർക്കൊക്കെ ഇളവ് നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും. ഇക്കാര്യത്തിൽ ജില്ലാ ഘടകങ്ങളുടെ ശുപാർശ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ പറയും. സുരാജ്, 27 സീറ്റുകളിലാണ് CPI മത്സരിക്കുക. ഇത് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യുകയാണ്. ആരൊക്കെ മത്സരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതോടൊപ്പം 2 ടേം പൂർത്തിയാക്കിയവരെ ആർക്കൊക്കെ ഇളവ് നൽകണം എന്നുള്ള കാര്യത്തിലും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. C. ദിവാകരൻ, ES ബിജിമോൾ, മുല്ലക്കർ രത്നാകരൻ, VS സുനിൽകുമാർ, K. രാജു, P. തിലോത്തമൻ, K. അജിത് എന്നീ 7 പേർ 2 ടേം പൂർത്തിയാക്കിയവരാണ്. ഇവരിൽ ആർക്കൊക്കെ ഇളവ് നൽകണം എന്നുള്ള കാര്യത്തിൽ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനം കൈക്കൊള്ളും. അതിനുശേഷം ഇത് പിന്നീട് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഇത്രയധികം പേർക്ക് ഇളവ് നൽകുന്നത് മറ്റ് ചർച്ചകൾക്ക് വഴിവെക്കുമോ എന്ന ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇളവ് നൽകണം എന്നുള്ള നിർദ്ദേശവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. 11-ഓടുകൂടി സംസ്ഥാന കൗൺസിൽ ചേരും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എങ്കിലും 9 മണിക്ക് ആരംഭിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോഴും തുടരുകയാണ്. KG ദിനകരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നല്ല സ്ഥാനാർത്ഥികളെ സഭാ നേതൃത്വം പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് PC ജോസഫ്. സീറ്റ് ലഭിക്കാത്തതിന്റെ വിഭ്രാന്തിയിലാണ് PC ജോർജ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ PC ജോർജിന്റെ ജനപിന്തുണ വ്യക്തമാകുമെന്നും PC ജോസഫ് പറഞ്ഞു. ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ഒരു വെപ്രാളം എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾക്ക് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നല്ല സ്ഥാനാർത്ഥികളെ മതമേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ പ്രക്രിയയല്ലേ. അതിനകത്ത് എന്താ പ്രാധാന്യം? ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്ന ജനതയുടെ ഒരു അളവ് ജോർജിന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ജോർജ് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഒരു വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ വ്യക്തികൾ വളരെ അപ്രധാനമാകുമെന്നും മുന്നണികൾ അതിൻ്റെ മുൻനിരയിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കോന്നിയിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പശ്ചിമഘട്ട സംരക്ഷണ സമിതി രംഗത്ത്. അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്ന് കാണിച്ച് ഇവർ KPCC പ്രസിഡന്റിന് കത്തയച്ചു. അടൂർ പ്രകാശിനെ മത്സരിപ്പിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ഇവർ പറഞ്ഞു. ഭൂമിദാന വിഷയത്തിലും റേഷൻ ഷോപ്പ് അനുവദിച്ചതിലും അഴിമതി ആരോപണ വിധേയനായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ടാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് VM സുധീറിന് കത്തയച്ചത്. വിജിലൻസ് കേസിലെ പ്രതിയും ഭൂമിദാന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനുമായ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കരുത്. അടൂർ പ്രകാശ് കോന്നിയിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അഴിമതി മറച്ചുവെക്കാനാണെന്നും ഇവർ ആരോപിച്ചു. കേരളത്തിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായതും അതേപോലെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവിധ പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് കോന്നി മണ്ഡലത്തിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നുള്ളതാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആവശ്യം. പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം അഴിമതി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ
അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി അഴിമതിയെ മറയ്ക്കാനാണ് മുഖ്യമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയം. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരെ ഒരുമിപ്പിച്ച് അടൂർ പ്രകാശിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കണ്ണൂർ ധർമ്മടത്ത് പിണറായി വിജയന് വൻ സ്വീകരണം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പിണറായിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ചീഫ് സെക്രട്ടറി പോലും വിമർശിച്ച ഭരണമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും പിണറായി പറഞ്ഞു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് പ്രൗഢഗംഭീരമായ വരവേൽപ്പാണ് ധർമ്മടം മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും നൽകിയത്. പുലർച്ചെ മുതൽ പ്രിയ നേതാവിനെ സ്വീകരിക്കാൻ ചുവപ്പ് വളണ്ടിയർമാരും ഇടതുമുന്നണി പ്രവർത്തകരും നേതാക്കളും റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വൻ മുന്നേറ്റം ഇടതുമുന്നണി നേടുമെന്നും ചീഫ് സെക്രട്ടറി പോലും അവസാനം വിമർശിക്കേണ്ടി വന്ന UDF ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയുമെന്നും വർഗീയതയെ നിലംതൊടാൻ കേരള ജനത അനുവദിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പൊ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു, മത്സരിക്കുന്നു. അതിന് വേറെ പ്രത്യേകിച്ച് തോന്നേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തില് വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം ഉണ്ടാക്കാൻ പോകുന്നത്. മാത്രമല്ല, നിലവിലുള്ള ഭരണത്തെക്കുറിച്ച് കടുത്ത അസംതൃപ്തി വ്യാപകമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭരണം വിട്ടൊഴിയാൻ പോകുന്ന ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിക്ക് പോലും വിമർശനാത്മകമായി സംസാരിക്കേണ്ടി വന്ന ഒരു അതിശയകരമായ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം പുതിയ ഇടം തേടാൻ നോക്കുന്ന വർഗീയതയെ കേരള മണ്ണിൽ ഇടം കൊടുക്കില്ല എന്ന വാശിയിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. 5-ന് പ്രകടന പത്രിക അവതരിപ്പിക്കുമെന്നും പിണറായി പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ശേഷം ആദ്യമായി സ്വന്തം മണ്ണിലെത്തുന്ന തങ്ങളുടെ ശക്തനായ നേതാവിന് വൻ സ്വീകരണമാണ് തലശ്ശേരിയിൽ ഒരുക്കിയത്. പിണറായി വിജയനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാമോലിൻ കേസിന്റെ വിചാരണയ്ക്കായി ഹാജരാകാതിരുന്ന TH മുസ്തഫയ്ക്ക് തൃശൂർ വിജിലൻസ് കോടതിയുടെ വിമർശനം. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അഴിമതിക്ക് തെളിവില്ലെന്ന് പറയുമ്പോൾ കേസ് ഇത്രകാലം നിലനിൽക്കുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. കേസ് തുടർ വിചാരണയ്ക്കായി മെയ് 30 മാറ്റി. ഇന്ത്യയിലെത്തിയ പാക് അന്വേഷണ സംഘം തെളിവെടുക്കുന്നതിന്റെ ഭാഗമായി പഠാൻകോട്ട് വ്യോമത്താവളം സന്ദർശിക്കുന്നു. ഇന്നലെ പാക് സംഘം NIA ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, പറയൂ. സ്വകാര്യ പത്താംകോട്ട് സൈനിക താവളത്തിലെത്തി പാക് അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചിരിക്കുകയാണ്. നിലവിൽ സൈനിക താവളത്തിന് സമീപത്തുള്ള സമീപവാസികളുടെ മൊഴികളും മറ്റും രേഖപ്പെടുത്തി. ഒപ്പം ഭീകരർ ഒളിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ തന്ത്രപ്രധാന ഭാഗങ്ങളിലും യുദ്ധവിമാനങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും മറ്റുമെത്തി തെളിവുകൾ ശേഖരിക്കുന്നതിനോ ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഭീകരർ എത്തിയിരുന്ന സ്ഥലങ്ങളിൽ എത്തി തെളിവുകൾ ശേഖരിക്കുന്നതിനോ അന്വേഷണ സംഘത്തിന് വിലക്കുണ്ടായിരുന്നു. നിലവിൽ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തെളിവ് ശേഖരണമാണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 81ഓളം ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നാളെ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പാക് അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഇന്നത്തെ തെളിവ് ശേഖരണത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കും. നിലവിൽ പാക് ചാരസംഘടനയായ ISIലെ ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടുത്തിയുള്ള അന്വേഷണ സംഘത്തെ ഈ വ്യോമസേന താവളത്തിനകത്തെത്തി തെളിവ് ശേഖരിക്കാൻ അനുവദിച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ദില്ലിയിൽ വലിയ രീതിയിൽ ഒരു മാർച്ച് ഇതിനെതിരെ നടന്നിരുന്നു. ആം ആദ്മി പാർട്ടിയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസം NIA ഉദ്യോഗസ്ഥരുമായി 2 തവണ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ വീഡിയോ തെളിവുകളും ഇന്ത്യ ഇവർക്ക് മുമ്പാകെ വ്യക്തമാക്കിയിരുന്നു. നാളെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നതായിരിക്കും. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ പയ്യപ്പള്ളി ബാലൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം ഏലൂരിലെ വീട്ടിലും ഉദ്യോഗമണ്ഡൽ SES മേനോൻ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. മഞ്ഞുമ്മൽ പയ്യപ്പള്ളി പാപ്പിയമ്മയുടെയും നാവുള്ളി കൂടാനക്കാട് ഇരവിരാമൻ പിള്ളയുടെയും മകനായി 1925 ജൂൺ 1 ബാലകൃഷ്ണപിള്ള എന്ന പയ്യപ്പള്ളി ബാലൻ ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ 13-ാം വയസ്സിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭത്തിന് പിന്തുണയർപ്പിച്ചാണ് അദ്ദേഹം പൊതുരംഗത്തെത്തിയത്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലും പങ്കാളിയായി. പിന്നീട് ഫാക്ടിൽ ജോലി ചെയ്യവെയാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റിലായത്. ഈ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് 7 വർഷത്തിലധികം ജയിൽവാസം അനുഭവിച്ചു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലുവ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കൗൺസിൽ അംഗം, CPIM ജില്ലാ കമ്മിറ്റി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലേക്കും അദ്ദേഹം ഉയർന്നു. 1965 കേന്ദ്ര കോൺഗ്രസ് സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് വേട്ടയിലും
അടിയന്തരാവസ്ഥയിലും തടവിലാക്കപ്പെട്ട പയ്യപ്പള്ളി ബാലൻ തടവറയിൽ നിഷ്ഠൂര പീഡനത്തിനും പുറത്തെ രാഷ്ട്രീയ എതിരാളികളുടെ ക്രൂരമർദ്ദനത്തിനും ഇരയായിട്ടുണ്ട്. CPIM നേതാവ് MM ലോറൻസ് പാർട്ടിയെ ആശയപരമായിട്ടോ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ ആക്രമിച്ചാൽ അതിന് നല്ല മറുപടി കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു പയ്യപ്പള്ളി ബാലൻ. ഇടപ്പള്ളി സംഭവം വിവരിച്ച ആലുവ പുഴ പിന്നെയും ഒഴുകി, ആലുവ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ആദ്യനാളുകൾ, മായാത്ത സ്മരണകൾ, മങ്ങാത്ത മുഖങ്ങൾ, പാലിയം സമരകഥ, പൊരുതി വീണവർ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മായാത്ത സ്മരണകളുടെ 2ാം ഭാഗവും ആത്മകഥാംശമുള്ള ജ്ഞാനസ്നാനം എന്ന നോവലും പ്രകാശനം ചെയ്യാനിരിക്കെയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനവരുടെ വിടവാങ്ങൽ. പയ്യപ്പള്ളി ബാലന്റെ മൃതദേഹം ഏലൂരിലെ വീട്ടിലും ഉദ്യോഗമണ്ഡൽ SES മേനോൻ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളുടെ സർവീസ് പ്രായം കൂട്ടേണ്ടതില്ലെന്ന് തീരുമാനം. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ബസ്സുകൾ 15 വർഷം മാത്രം നിരത്തിൽ ഓടിച്ചാൽ മതിയെന്നാണ് സംസ്ഥാന ഗതാഗത അതോറിറ്റി അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെയും സ്വകാര്യ ബസ്സുകളുടെയും സർവീസ് കാലാവധി വർദ്ധിപ്പിക്കുന്നത് അപകട സാധ്യത കൂട്ടുമെന്ന സംസ്ഥാന ഗതാഗത അതോറിറ്റിയുടെ ഗവേഷണ വികസന വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകളുടെ ആയുസ് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന അന്തിമ തീർപ്പ് വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇനി മുതൽ 15 വർഷമായാൽ അത് കട്ടപ്പുറത്തേക്ക് കയറ്റണം. പ്രായം കൂട്ടിക്കിട്ടാനുള്ള ബസ്സുടമകളുടെ സമ്മർദ്ദതന്ത്രങ്ങളാണ് ഇതോടെ വിഫലമായത്. അതേസമയം സർവീസ് ബസ്സുകളുടെ ആയുസ് 20 വർഷമാക്കണമെന്ന് ബസ്സുടമ സംഘടനകൾ നിരന്തരം ആവശ്യപ്പെടുകയും തുടർന്ന് ഈ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വകാര്യ ബസ്സുടമകൾക്ക് വേണ്ടി അനുകൂല നിലപാട് നേരത്തെ ഗതാഗത അതോറിറ്റി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശക്തമായ വിമർശനങ്ങൾ വന്നപ്പോഴാണ് വിഷയം ഗവേഷണ വികസന വിഭാഗത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം ഗതാഗത കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന അതോറിറ്റി യോഗമാണ് പുതിയ തീർപ്പുണ്ടാക്കിയത്. പുതിയ തലമുറ ബസ്സുകൾക്ക് കാര്യക്ഷമത കൂടുതലുണ്ടെങ്കിലും 15 വർഷം കൊണ്ട് ഗിയർ ആക്സിൽ ട്യൂബ്, ബ്രേക്ക് ഡ്രം, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഫ്രണ്ട് ആക്സിൽ എന്നിവയ്ക്ക് തേയ്മാനം വരുമെന്നും ഇത് അപകടത്തിന് വഴിവെക്കുമെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കലാഭവൻ മണിയുടെ ആന്തരാവയവങ്ങൾ കാക്കനാട് ഫോറൻസിക് ലാബിൽ പരിശോധിക്കില്ല. പരിശോധനയ്ക്ക് നൽകിയ സാമ്പിളുകൾ പോലീസ് തിരികെ വാങ്ങി. കാക്കനാട്ടെ ലാബിൽ പോലീസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അവയവങ്ങൾ തിരികെ വാങ്ങിയത്. പകരം അവയവങ്ങൾ ഹൈദരാബാദിൽ അയച്ച് പരിശോധിക്കും. ഇന്ത്യൻ നാവികസേനയിലെ 2 ഓഫീസർമാർ തമ്മിൽ സേനയിലെ ആചാരരീതിയിലുള്ള വിവാഹത്തിന് കാസർഗോഡ് ബേളയിലെ സെന്റ് ഡോളറോസ് പള്ളി സാക്ഷ്യം വഹിച്ചു. സേനയിലെ സേവനത്തിനിടെ സൗഹൃദത്തെ തുടർന്ന് വിവാഹിതരായത് കോഴിക്കോട് നന്മണ്ട സ്വദേശിനി മഞ്ജുഷയും കാസർഗോഡ് ബദിയടുക്ക സ്വദേശി വിനീതുമാണ്. ആചാരപരമായ സ്വീകരണത്തിന് നാവികസേനയിലെ സേനാംഗങ്ങളും പള്ളിയിലെത്തി. കാസർഗോട്ടുകാർക്ക് പുതിയൊരു അനുഭവമായിരുന്നു ഇന്ത്യൻ നാവികസേനയിലെ ഓഫീസർമാരായ വിനീത് ജോസിന്റെയും മഞ്ജുഷയുടെയും വിവാഹ ചടങ്ങ്. ബേള സെന്റ് ഡോളറസ് പള്ളിയിൽ നടന്ന റോമൻ കത്തോലിക്ക ആചാരപ്രകാരമുള്ള ചടങ്ങിനൊപ്പം നാവികസേനയിലെ സഹപ്രവർത്തകർ നവദമ്പതികൾക്ക് നൽകിയ ആചാരപ്രകാരമുള്ള സ്വീകരണം ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നവ്യാനുഭവമായി. കോഴിക്കോട് നന്മണ്ടയിലെ കൃഷ്ണൻകുട്ടി സുലോചന ദമ്പതികളുടെ മകളായ വധു മഞ്ജുള ക്രിസ്തീയ ആചാരപ്രകാരമുള്ള വിവാഹ വസ്ത്രമണിഞ്ഞ് പള്ളിയിലെത്തിയപ്പോൾ വരൻ കാസർഗോഡ് ബദിയടുക്കയിലെ പാറയ്ക്കാട്ടിൽ ജോസ് LC ദമ്പതികളുടെ മകൻ വിനീത് നാവിക ഓഫീസറുടെ വേഷത്തിലാണ് പള്ളിയിലെത്തിയത്. നാവികസേനയിലെ ലഫ്റ്റനന്റ്മാരാണ് ഇരുവരും. മഞ്ജുള ഗോവ നേവൽ ബേസിലും വിനീത് കൊച്ചി നേവൽ ബേസിലുമാണ് സേവനമനുഷ്ഠിക്കുന്നത്. സർവീസിനിടയിൽ പരിചയപ്പെട്ട ഇവർ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലനിന്നിരുന്ന ആചാരരീതിയുടെ ഭാഗമായി നാവികസേനയിലെ സഹപ്രവർത്തകർ പള്ളിയിലെത്തി ആചാരപരമായി തന്നെ ദമ്പതികളെ വരവേറ്റു. നാവികസേനയിൽ ക്രിസ്തുമത വിശ്വാസികളായ ഓഫീസർമാരുടെ വിവാഹത്തിനാണ് ആചാരപരമായ ഔദ്യോഗിക സ്വീകരണം. ക്യാമറാമാൻ ഷൈജു ബ്ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.